നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊലപാതകങ്ങൾ നടത്താൻ അഫാൻ നടത്തിയ പദ്ധതിയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നെടുവീർപ്പിടുന്ന കുറച്ചുപേരുണ്ട്. തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയവർ. അഫാന്റെ വീടിനടുത്ത് കട നടത്തുന്ന സമീറും പൈസ വാങ്ങാൻ വീട്ടിൽ എത്തിയിരുന്നവരുമൊക്കെ ആയുസിന്റെ ബലത്തിൽ രക്ഷപ്പെട്ടവരാണ്. കൊലപാതകം നടത്താൻ തീരുമാനിച്ച അഫാൻ മറ്റു ചില പ്രധാനപ്പെട്ട നീക്കം നടത്തിയിരുന്നല്ലോ. മുളകുപൊടി വാങ്ങി കയ്യിൽ കരുതിയിരുന്ന വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോഴും ഞെട്ടുന്നത് ഇവരൊക്കെയാണ്. ഇടയ്ക്ക് വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ അവരുടെ കണ്ണിലെറിഞ്ഞ് അവരെ ആക്രമിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ അഫാൻ നടത്തിയിട്ടുണ്ട്. ഈ മൊഴി പുറത്തു വന്നപ്പോൾ ആകെ വിറളി പിടിച്ചത് അഫാന് പണം കടം കൊടുത്തിരുന്നവരാണ്. വലിയ തുകയൊക്കെ വാങ്ങി ആദ്യമൊക്കെ പലിശ കൃത്യമായി കൊടുത്തിരുന്നു. പിന്നീട് അത് മുടങ്ങി. ഇതോടെ എല്ലാവരും പൈസ ചോദിച്ച് വീട്ടിലേക്ക് എത്തുമായിരുന്നു. അന്നേ ദിവസം ആരെങ്കിലും വന്നാൽ അവരെയും തീർക്കാൻ അഫാൻ പ്ലാനിട്ടു. എങ്കിൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടുമായിരുന്നു. കടം തരാത്തവരോടും പൈസ തിരികെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചവരോടും കടുത്ത പക അഫാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അഫാന്റെ സൈക്കോ സ്വഭാവങ്ങൾ കേട്ട് വിറങ്ങലിക്കുന്നത് വീടിന് തൊട്ടടുത്തുള്ള സമീറാണ്. സമീറിന്റെ കടയിൽ നിന്നാണ് റഹീമിന്റെ കുടുംബം സാധനങ്ങൾ പറ്റുവാങ്ങിയിരുന്നത്. മാത്രമല്ല സമീറിൽ നിന്ന് പണവും കടം വാങ്ങിയിരുന്നു ഷെമി. എന്നാൽ കൊലപാതകം നടത്താൻ ആസൂത്രണം നടത്തിയ അഫാൻ അതിനുള്ള ചുറ്റികയും മറ്റ് സാധനങ്ങളും വാങ്ങാൻ തലേ ദിവസം, അതായത് ഞായറാഴ്ച, സമീറിന്റെ കടയിൽ ചെന്ന് 10,000 രൂപ കടം ചോദിച്ചിരുന്നു. പക്ഷേ സമീർ കൊടുത്തിരുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞിട്ടും അഫാൻ വീണ്ടും ചോദിക്കുകയും അവിടെ തന്നെ കുറെ നേരം ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്തിരുന്നു. വരുന്ന ഞായറാഴ്ചയാണ് വരുന്നത്. ഒരു ഉച്ച സമയമാവും. വന്ന് ഇതുപോലെ കാക്ക കുറച്ച് പൈസ വേണം, വൈകുന്നേരം ഒരു റോളിന് പൈസ അടയ്ക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ഇപ്പോഴില്ല, നീ കണ്ടില്ല, ഞാൻ സാധനം വാങ്ങിയിട്ട് വരുന്ന സമയമായിരുന്നു. സാധനങ്ങളെല്ലാം എടുത്ത് കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, സാധനം വാങ്ങിയിട്ട് വന്നതേ ഉള്ളൂ, കുറച്ച് മുമ്പാണെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു പറഞ്ഞു. അങ്ങനെ കുറച്ചൊരു വലിയ പരിഭ്രാന്തിയിലായിരുന്നു. വേർക്കുന്നുണ്ടായിരുന്നു, നെറ്റിയൊക്കെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു വെപ്രാളം തന്നെയായിരുന്നു ആ സമയത്ത്. കുറച്ച് ഞാൻ പോവുകയും ചെയ്തായിരുന്നു. പിന്നെ വരുന്നത് തിങ്കളാഴ്ച ഒരു ഉച്ചയ്ക്ക് ഒരു 12-1 മണിക്ക് ഇടയ്ക്കാണ് വരുന്നത്. അന്ന് ഒരു സാധനപ്പം മേടിച്ചുകൊണ്ട് പോയി. പൈസ എല്ലാം അവരുടെ കട പറ്റുള്ളതുകൊണ്ട് എഴുതി കൊള്ളാൻ പറഞ്ഞിട്ട് അവൻ പോയത്. പിന്നെ അറിയുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം പോലീസ് വരുമ്പോഴാണ് ഈ സംഭവമൊക്കെ ഞങ്ങൾ അറിയുന്നത്. ഇതിനിടയ്ക്ക് എന്താണ് നടന്നതെന്നൊന്നും ഒന്നും അറിയില്ല. ഉച്ചയ്ക്ക് 1 മണിക്കും 12 ഇടയ്ക്ക് വന്ന് ഒരു സവനപ്പ് മേടിച്ചായിരുന്നു. സവനപ്പ് മേടിച്ച് പോയായിരുന്നു. ഇതിനു മുമ്പ് പണം ഇല്ല, ഈ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉമ്മ തന്നിട്ടുണ്ട്. അല്ല, ഇവൻ വന്ന് ചോദിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ പയ്യൻ വരുന്നത് ആദ്യമായിട്ടാണ് അവൻ മാറ്റുന്നത്. അല്ലാതെ ഉമ്മ വന്ന് ചെറിയ കടങ്ങൾ വാങ്ങിയിട്ട് അവർ വൈകുന്നേരം, ഇപ്പോൾ രാവിലെ വാങ്ങണമെങ്കിൽ വൈകുന്നേരം അങ്ങനെ തരാറുണ്ട് സാധനങ്ങൾ. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവൻ വരുന്നത് ആദ്യമായിട്ടാണ്. ഒരു വലിയ എമൗണ്ട് ചോദിച്ചാണ് വന്നത്. ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. എത്ര രൂപ ഏകദേശം ചോദിച്ചു? ഒരു 10,000 രൂപയ്ക്കാണ് ചോദിച്ചത്. ഒക്കെ വൈകുന്നേരം നമുക്ക് എടുക്കാം, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇതായി ലോക്കായി കിടക്കുകയാണ്, നമുക്ക് വൈകുന്നേരം മറിച്ച് തരാമെന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. അതൊന്നും പറഞ്ഞില്ല. പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാണ്, റോള് അടയ്ക്കാൻ പൈസ, ഇതിനാണ് പലിശ എടുത്തതിൻ്റെ പൈസ അടവടയ്ക്കാനാണെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴും അതാണ് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കടം കാണണം. ഒരു ഞെട്ടലോടെയാണ് ആ ദിവസത്തെക്കുറിച്ച് സമീർ ഓർക്കുന്നത്. പൈസ കൂടാതെ സമീറിനും പണം കൊടുക്കാനുണ്ടായിരുന്നു ഷെമി. സാധാരണ രാവിലെ വാങ്ങിയാൽ വൈകിട്ട് കടയിൽ കൊണ്ട് കൊടുക്കാറായിരുന്നു പതിവ്. ചില സമയത്ത് സമീർ ആ വീട്ടിലേക്ക് പോയി പൈസ വാങ്ങാറുമുണ്ട്. കിട്ടാനുള്ള പൈസയ്ക്ക് അവിടേക്ക് ചോദിച്ചു ചെല്ലാൻ തോന്നാതിരുന്നത് പടച്ചവന്റെ കൃപയെന്ന് പറയുകയാണ് സമീർ. രാവിലെ മുതൽ ആ വീട്ടിൽ നടന്നിരുന്ന കൊടൂര സംഭവങ്ങൾ അറിയാതെ പോയല്ലോ എന്നാണ് സമീറും പറയുന്നത്. ഒരു സംശയം പോലും തോന്നാതിരുന്നത് ഷെമിയെ ആക്രമിച്ചിട്ട് കടയിൽ പോയി അഫാൻ സാധനങ്ങൾ വാങ്ങിയിരുന്നു. പിന്നീട് വൈകിട്ട് അഫ്സാന്റെ കൂടെ പുറത്തുപോയി മന്തി വാങ്ങുന്നു. അതും കഴിഞ്ഞിട്ട് ഫർസാനയെ കൊല്ലുന്നു. വീണ്ടും ഇറങ്ങി വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോകുന്നു. അങ്ങനെ ഇടയ്ക്കിടെ അഫാൻ പുറത്തേക്കിറങ്ങി പരിസരം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പുറത്താരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു ഇത്. അഫാന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ മറ്റൊരു സ്ത്രീയെ കൂടി കൊലപ്പെടുത്താൻ പ്ലാൻ ഇട്ടിരുന്നു എന്നാണല്ലോ. ഇവരുടെ സ്വർണമാല കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം.
ഇവർക്ക് സമൂഹ മാധ്യമത്തിലൂടെ അഫാൻ അയച്ച സന്ദേശങ്ങളുടെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അഫ്സാനെ കൊലപ്പെടുത്തിയപ്പോൾ ക്ഷീണിച്ചു. ബാക്കിയുള്ളവരൊക്കെ ആ ഗ്യാപ്പിലാണ് രക്ഷപ്പെടുന്നത്. എന്നാൽ കൂട്ടക്കൊല നടത്താൻ മകൻ വലിയ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിരുന്നു എന്ന വിവരം റഹീമിനെ തളർത്തിയിരിക്കുകയാണ്. അവൻ മാത്രം ഇത്ര വലിയ ക്രൂരത ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിന് പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ടെന്ന് റഹീം നിലവിളിക്കുന്നു. പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണമെന്ന് റഹീം ആവശ്യപ്പെടുന്നത്. അവൻ രാത്രികാലങ്ങളിൽ പുറത്തു പോയതും ആരെയൊക്കെയാണ് കണ്ടതെന്നും അന്വേഷിക്കണം. അവൻ പലരെയും കണ്ടിരുന്നു. ഏതെങ്കിലും റാക്കറ്റിൽ വീണോ അങ്ങനെയൊക്കെ സംശയിക്കുന്നുണ്ട് എന്നാണ് റഹീം പറയുന്നത്. അഫാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റഹീമിന്റെ തൊണ്ടയിടറും. തനിക്ക് കരുത്തായി അവൻ കൂട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിലായിരുന്നു റഹീം ഉണ്ടായിരുന്നത്. അഫ്സാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് പ്രാരാബ്ദങ്ങളൊന്നും അവനെ അറിയിച്ചിരുന്നില്ല. എന്നാൽ അഫാന് എല്ലാം അറിയാമായിരുന്നു. താൻ വരുത്തിയ ഒരു കടങ്ങളും അഫാന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയിട്ടില്ല. അവൻ ജോലിക്ക് പോയിട്ട് 1 രൂപ പോലും വീട്ടിലെ കടം വീട്ടുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല. 23 വയസ്സായിട്ടും കാര്യമായ ഒരു ജോലിക്ക് പോലും പോയിരുന്നില്ല. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ കറങ്ങി നടക്കുകയും ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാകുകയും ചെയ്തു. അതറിഞ്ഞിട്ടാണ് ബന്ധുക്കളിൽ പലരും ഉപദേശിച്ചത്. ജോലിക്ക് പോയി ഉപ്പയെ സഹായിച്ചുകൂടെയെന്ന് ചോദിച്ചിരുന്നു. അഫാനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ റഹീം ശ്രമിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറി. വീട്ടിലെ കടങ്ങളിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കുകയായിരുന്നു അഫാൻ. അവൻ അവന്റെ ഒരു ലോകത്തായിരുന്നു, ആർഭാടവും കറക്കവും ഒക്കെ ആയിട്ട്. ഇങ്ങനെ കറങ്ങി നടക്കുമെങ്കിലും മറ്റ് ചീത്തപ്പേരുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവനെ അറിയാവുന്ന ആരും മോശം പയ്യനാണെന്ന് പറയില്ല. കൂട്ടക്കൊല നടത്തിയത് അഫാനാണെന്ന് കേൾക്കുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബന്ധുക്കളും നാട്ടുകാർക്കും അതൊരു ഞെട്ടലാണ്. അഫാൻ മദ്യപിക്കുമെന്ന് പോലും ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. നാട്ടിൽ നല്ലവനായ ഉണ്ണി ഇമേജ് ഉണ്ടാക്കി വെച്ചിരുന്നു അഫാൻ. ഇതിന്റെ പ്രധാന കാരണം കടം ചോദിച്ചാൽ കിട്ടുന്നതിനും പലരുമായി ഇടപെട്ട് പണം കണ്ടെത്തുന്നതിനും വേണ്ടിയൊക്കെയായിട്ടായിരുന്നു. എനിക്ക് പോലും ഈ പലിശക്കാരെ ഒന്നും അറിയില്ല എന്ന് റഹീം വെളിപ്പെടുത്തുന്നുണ്ട്. പലിശക്കാരെ പലയിടത്തു നിന്നായി കണ്ടെത്തുന്നത് അഫാനായിരുന്നു. പിന്നീട് ഉമ്മയെ ചട്ടം കൂട്ടി ഇരുവരും പോയി കടം ചോദിക്കും. ആദ്യമൊക്കെ പലിശ കൃത്യമായി കൊടുത്തിരുന്നു. പിന്നീട് ഇത് കയ്യിൽ നിൽക്കാതെ വന്നതോടെ ആകെ താളം തെറ്റി. ഇത്ര പേരിൽ നിന്ന് അഫാൻ കടം വാങ്ങുന്നതിനെ ഷെമി എന്തുകൊണ്ട് എതിർത്തിരുന്നില്ല, എന്തുകൊണ്ട് റഹീമിനെ അറിയിച്ചില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. അഫാനെ പേടിച്ചിട്ടാണോ അതോ ഈ തുകയിൽ നിന്നെല്ലാം ഷെമിയും പങ്കുപറ്റിയോ എന്ന ചോദ്യം ബന്ധുക്കളും ഉയർത്തുന്നു. ഒരു ചോദ്യങ്ങൾക്കും റഹീമിന്റെ പക്കൽ ഉത്തരമില്ല. കടം ചോദിച്ചു കൊടുക്കാത്തവരെല്ലാം ശത്രുക്കൾ. എല്ലാവരെയും കൊല്ലാൻ പക്കാ പ്ലാനിട്ടു. തന്റെ മകൻ തന്നെയാണോ ഇതിനെല്ലാം പിന്നിലെന്ന് റഹീം ആവർത്തിക്കുകയാണ്. കടം ഉണ്ടാകുന്നതിന് മുൻപ് വരെ മക്കളുടെ എല്ലാ കാര്യങ്ങളും റഹീം അറിഞ്ഞിരുന്നു. എന്നാൽ കടം കയറി അത് നേരെയാക്കാനുള്ള ഓട്ടത്തിനിടയിൽ റഹീമിനും മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു. അവിടെ എവിടെയോ തനിക്കും താളം പിഴച്ചുവെന്ന് റഹീം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ആശുപത്രി കിടക്കയിൽ അഫാനെ ഒന്ന് കാണണമെന്നാവശ്യപ്പെടുകയാണ് ഷെമി ഇപ്പോൾ. എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവർക്ക് ബാക്കിയുണ്ടോ? എന്തിന് അഫ്സാനെ കൊന്നു എന്ന് ചോദിക്കാനാണോ? അഫ്സാനെ കൊന്നിട്ടും ഇപ്പോഴും അഫാനോട് സ്നേഹവും കരുതലുമാണോ ഷെമിക്കുള്ളത് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. എന്നാൽ ഇനി ഒരിക്കലും അഫാന്റെ മുഖം പോലും ഷെമി കാണണ്ട എന്ന് ഷെമിയുടെ ബന്ധുക്കൾ ആവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അവനെ കാണേണ്ടത്? ഉമ്മയും ഉപ്പയും അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തതായിരുന്നോ അവർ ചെയ്ത തെറ്റ്? അതുതന്നെയാണ് അവർ ചെയ്ത തെറ്റും. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ ഒരു മകൻ ആർഭാട ജീവിതം നയിക്കുമ്പോൾ അതിന്റെ തുടക്കകാലത്ത് അവനെ തിരുത്തണമായിരുന്നു. എന്നാൽ അതൊന്നും ചെയ്യാതെ അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുമ്പോഴെല്ലാം അതിന് വഴങ്ങിക്കൊടുക്കുകയും അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്തിടത്താണ് ഷെമിക്കും റഹീമിനും താളപ്പിഴകൾ സംഭവിച്ചത്. ആശുപത്രി കിടക്കയിൽ കിടന്ന് കരയുകയാണ് അഫാനെ കാണണമെന്ന് ഷെമി. എന്നാൽ കാണിക്കാൻ തയ്യാറല്ല എന്ന് ഷെമിയുടെ ബന്ധുക്കളാണ് പറയുന്നത്. അത്രത്തോളം വലിയ ക്രൂരതയാണ് അവൻ കാണിച്ചു കൂട്ടിയത്. അഫ്സാനെയെങ്കിലും വെറുതെ വിടാമായിരുന്നല്ലോ എന്ന് ഇപ്പോൾ ഷെമിയുടെ ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട്. ഷെമിയുടെ ബന്ധുക്കളിൽ ചിലരെയും കൊലപ്പെടുത്താൻ അഫാൻ നീക്കം നടത്തിയിരുന്നു, പ്രത്യേകിച്ച് അമ്മയുടെ സഹോദരനെ. അമ്മയുടെ സഹോദരനും അഫാനെ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കുമായിരുന്നു. ഈ ഉപദേശങ്ങളൊന്നും അഫാന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. അവരെല്ലാം തൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എന്ന പക്ഷക്കാരനായിരുന്നു അഫാൻ. എന്നാൽ തൻ്റെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത് എന്ന് ചിന്തിക്കാൻ പലപ്പോഴും അഫാന് കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ അഫാൻ പലരെയും, തൻ്റെ ബന്ധുക്കളിൽ പലരെയും കൊലപ്പെടുത്താൻ
ഇറങ്ങിത്തിരിച്ചപ്പോൾ, അതിൽ ചിലരെയൊക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ അവൻ ഓർക്കാതെ പോയ മറ്റു ചില കാര്യങ്ങളുണ്ട്. അവൻ്റെ കുടുംബത്തെ ഇതുവരെ സഹായിച്ചിരുന്ന ചില ബന്ധുക്കളൊക്കെയുണ്ട്. അവനെ ഉപദേശിക്കുമായിരുന്നുവെങ്കിലും അവരെ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള പലരും ഉണ്ടായിരുന്നു. അതൊക്കെ മറന്നിട്ടാണ് അഫാൻ എല്ലാവരെയും കൊല്ലാൻ ചുറ്റിക എടുത്തത് എന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നാൽ ഇന്നിപ്പോൾ അഫാനെ എല്ലാവർക്കും ഭയമാണ്. അവനെ ഉപദേശിച്ചതൊക്കെ അവൻ്റെ നല്ലതിനു വേണ്ടിയായിരുന്നു. എന്നാൽ അത് അവന് പകയായി മാറുമെന്ന് തങ്ങൾ കരുതിയില്ല. ഇനി ഒരിക്കലും അവൻ ജയിലിന് പുറത്തേക്കിറങ്ങരുത് എന്നാണ് ഷെമിയുടെ ബന്ധുക്കളും പറയുന്നത്. കാരണം അവൻ പുറത്തേക്കിറങ്ങിയാൽ ഇനിയും ഞങ്ങളിൽ പലരെയും കൊന്നേക്കും. ആദ്യം കൊല്ലുക ഷെമിയെ ആയിരിക്കും. അവനെ കാണാൻ ഒരവസരം ഒരുക്കിയാൽ, അതായത് ഷെമിയുമായി അവന് കാണാൻ ഒരവസരം ഉണ്ടായാൽ അവൻ ഉറപ്പായും ഷെമിയെയും കൊലപ്പെടുത്തുമെന്ന് ഷെമിയുടെ ബന്ധുക്കൾ പറയുന്നു. ഇതിനൊന്നും മറുപടിയില്ലാതെ ഇരിക്കുകയാണ് റഹീം. അമ്മയുടെ സഹോദരിയെയും മകളെയും കൊല്ലാനും അഫാൻ നീക്കം നടത്തിയിരുന്നു. ഇതിനൊപ്പം അമ്മയുടെ സഹോദരനെയും ശത്രുവായി കണ്ടു. ഇവർക്ക് പുറമെയാണ് മറ്റൊരു യുവതിയെയും ലക്ഷ്യമിട്ടത് എന്നാണ് വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അഫാന്റെ ഹിറ്റ് ലിസ്റ്റിൽ 9 പേരുണ്ടായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൊലപാതക പരമ്പരയിലെ 2ാം ഘട്ട തെളിവെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. പിതൃസഹോദരൻ ലത്തീഫിനോട് കൊടും പകയുണ്ടായിരുന്നു അഫാന്. പലപ്പോഴും ഉമ്മുമ്മ സാമ്പത്തികമായി അഫാനെയും ഷെമിയെയും സഹായിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഉമ്മുമ്മയെ വിലക്കിയത് ലത്തീഫായിരുന്നു. അത് വലിയ പക അഫാനിലുണ്ടാക്കി. പേരുമലയിൽ താനും കുടുംബവും താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റ് കടം വീട്ടാൻ ലത്തീഫ് ആവശ്യപ്പെട്ടു. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തന്നെ അപമാനിച്ചു. വിവാഹം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച് ലത്തീഫ് പരിഹസിച്ചു. ആ കൊല നടത്തിക്കഴിഞ്ഞ് ആത്മസംതൃപ്തിയിലാണ് അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചത്. അയാൾ ചത്തെന്നുറപ്പാക്കിയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത് എന്നും ഒരു കൂസലുമില്ലാതെ അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. വലിയൊരു ക്രൂരതയുടെ മുഖമാണ് അഫാനുള്ളത്. എല്ലാവരും അവൻ ഇൻട്രോവേർട്ടാണ്, ആരോടും മിണ്ടാറില്ല എന്നൊക്കെ തുടക്കത്തിലൊക്കെ അഫാനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് അവൻ്റെ ഉള്ളിൽ പക ആളിക്കത്തിയിരുന്നു. ഒരു സൈക്കോ സ്വഭാവത്തിലേക്ക് അഫാൻ എത്തി എന്ന് വേണം പറയാൻ. ഇനി പുറത്തിറങ്ങിയാലും പലരെയും കൊലപ്പെടുത്താനുണ്ട് എന്ന് തന്നെയാണ് പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.